യേശുവിൽ ഏറ്റവും പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ വാഗ്ദത്ത വചനം നമുക്ക് വലിയ ധൈര്യവും ശക്തിയും പ്രവർത്തിക്കാനുള്ള ഊർജം തരുന്ന ഒരു വചനമാണ്. നിയമാവർത്തന പുസ്തകം 31 അധ്യായം 8 വാക്യം. കർത്താവാണ് നിൻ്റെ മുമ്പിൽ പോകുന്നത്, അവിടുന്ന് നിന്നോടുകൂടെ ഉണ്ടായിരിക്കും. അവൻ നിന്നെ ഭക്താശനാക്കുകയോ പരിത്യജിക്കുകയോ ഇല്ല, ഭയപ്പെടുകയോ സംഭ്രമിക്കുകയോ വേണ്ട. പ്രിയമുള്ളവരെ, ഈ വചനം വായിക്കുമ്പോഴാണ് കാനാൻ ദേശത്തേക്കുള്ള യാത്രയിൽ മോശ ഏതാണ്ട് മരണത്തോടടുക്കുന്നു. ജോഷ്യ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പോകുന്ന സാഹചര്യത്തിൽ ദൈവജനത്തെ ധൈര്യപ്പെടുത്തുവാൻ പറഞ്ഞ വാഗ്ദത്ത വചനമാണ്. ഞാൻ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട, കർത്താവ് മുന്നേ പോകുന്നു, എന്നോട് കൂടെയുണ്ട്, എന്നെ ഉപേക്ഷിക്കത്തില്ല. പ്രിയമുള്ളവരെ, എങ്കിൽ ആ ഒരു സന്ദർഭം ഒന്ന് ചിന്തിച്ച്, കാനാൻ ദേശത്തുള്ള യാത്രയിൽ മോശ മരിക്കാൻ പോവുകയാണ്, ജോഷ്യ പുതിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ പോവുക. ആ ഒരു സമയത്ത് ശക്തരായ എതിരാളികളെ എങ്ങനെ കീഴടക്കും, എങ്ങനെ കാനാൻ ദേശത്ത് പ്രവേശിക്കാൻ സാധിക്കും എന്നൊക്കെ ചിന്തിച്ച് ഭയപ്പെട്ട ദൈവജനത്തെ ശക്തിപ്പെടുത്തുന്ന ഒരു വചന ഭാഗമാണ് ഇന്ന് ധ്യാനിക്കുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ യാത്ര ചെയ്യുന്നവരാണ്. ഈ യാത്രയിൽ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട, നിരാശപ്പെടേണ്ട, കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകുമെന്ന വചനമാണ് നമുക്കിന്ന് ദൈവം തരുന്നത്. എങ്കിൽ പ്രിയമുള്ളവരെ, ഈ വചനഭാഗത്തിൻ്റെ യോഗ്യതയാൽ നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ധൈര്യം തരണമേ, ശക്തി തരണമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. തീർച്ചയായിട്ടും ഈ വചനത്തെ യോഗ്യതയാൽ നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ നിയോഗങ്ങൾ വാഗ്ദത്ത പേടകത്തിലേക്ക് സമർപ്പിക്കാം. ഇത് നിങ്ങൾ സമർപ്പിച്ച നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും അൾത്താരയിലേക്ക് അച്ഛൻ സമർപ്പിക്കുന്നു. മറക്കരുത്, ഇന്ന് ഏതെല്ലാം തരത്തിൽ നിനക്ക് പ്രതിസന്ധികളുണ്ടോ, അല്ലെങ്കിൽ ഭയപ്പെടുന്ന അവസ്ഥയുണ്ടോ, ഒന്നും പേടിക്കേണ്ട. കർത്താവ് നമ്മുടെ മധ്യയിലുണ്ട്, കൂടെയുണ്ട്. ദൈവം നമ്മെ സംരക്ഷിക്കും. ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലായി ജീവിക്കാൻ ഇന്നത്തെ ദിവസം ദൈവം നമ്മെ സഹായിക്കട്ടെ. അച്ഛനീശ്വര ആശീർവാദം തരാം. നമ്മുടെ കർത്താവായ ഈശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തും നമ്മുടെ കർത്താവിൻ്റെ സുവിശേഷ വേലയിൽ നമുക്കും പങ്കാളികളാകാം.